തങ്ക ഇത് കണ്ടോ? എടുത്തോളൂ, ഇഷ്ടമുള്ളത് എടുത്തോളൂ. എത്ര ലക്ഷം വേണമെങ്കിലും. അല്ലെങ്കിൽ വേണ്ട, ഇത് മുഴുവൻ എടുത്തോളൂ. വേണ്ട, അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവണോ? ഇതല്ലാതെ നിനക്ക് വേണ്ടി വേറെ ഞാൻ എന്താ ചെയ്യുക? എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമോ? ഈശ്വരാ, അച്ഛൻ. അമ്പലത്തിൽ പോയില്ലേ? പോയി വന്നു. നിന്റെ ചേച്ചി നന്ദയൊക്കെ എവിടെ? ഇപ്പൊ വരും. നിക്കേ, ചോദിക്കട്ടെ. കവള തടി കൊണ്ട് പാടൊക്കെ പോയോ? നോക്കട്ടെ. ചേട്ടൻ എന്നോട് സ്നേഹമായിട്ടല്ലേ? കണ്ണി കണ്ടാണ് കൂടെ നിനക്ക് പോവാം. എനിക്കെന്താ? ആരാടാ നീ? മാറാൻ, ഇങ്ങോട്ട് മാറാൻ. കുടുംബത്തിൽ വന്ന് ആക്രമിക്കേ. ആരാടാ നീയെ? ആരാന്നോ? ഞങ്ങളോട് ചോദിക്കേ. മോളുടെ രഹസ്യക്കാരനാ തങ്കം. സത്യാടി കേക്കണത്? അവളെ ഒന്നും ചെയ്യരുത്. നീ ആരാടാ പറയാൻ? ഇറങ്ങിപ്പോടാ. ഞാൻ പോകാം, പക്ഷെ അതിനു മുമ്പ് ആദ്യം അടിച്ചിറക്കേണ്ടത് ഇവനെയാണ്. ഞാനില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ മകളെ ഇവൻ നാളെ ഇവളെ ഇവന് ഭാര്യയാക്കി കൊടുക്കേണ്ടി വന്നേനെ. കള്ളാ ഇവൻ പറയുന്നേ. എനിക്കറിയാം ഇവനെ. ഇറങ്ങടാ പുറത്ത്. ലക്ഷ്മി, ഇറങ്ങാ നായേ. അച്ഛാ, ഇതുകൂടി തിരിച്ചേൽപ്പിച്ചേക്കൂ. കാണിച്ചു തരാം ഞാൻ. രായപ്പൻ്റെ അടുത്ത് കളിക്കരുത്. അകത്താക്കും ഞാൻ എല്ലാത്തിനെയും. അകത്താക്കും. അറിഞ്ഞൂടാ. ക്ഷമിക്കണം. ഞാൻ ആരാണെന്നും എന്താണെന്നും തങ്കം പറയും. കഴിയുമെങ്കിൽ ഒരിക്കൽ ഞാൻ വരും. പുറം വാതിലൂടെയല്ല, മുൻവാതിലൂടെ അങ്ങയെ കാണാൻ. വരുമെന്ന് പറഞ്ഞത് മനസ്സിലായോ? പോകുന്നത് ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നു. തങ്കവുണ്ട് കൂടെ മനസ്സിൽ. അബുവിനെ കാത്ത് ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. വന്നാ പറയൂ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാണുമെന്ന്. അതിബുദ്ധി കാണിക്കരുത്. നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ കഴിയാതെ വരും. ഇറങ്ങും.
ഇപ്പോ അബുവിനറിയാം ശിവശങ്കരൻ എവിടെയുണ്ട്. അബു അയാളെ കാണാനാണ് പോകുന്നത്. അല്ല, പിന്നെ എവിടാ പോകുന്നത്? ഞാൻ ഒരു വാടകയ്ക്ക് പോവുക. കൊള്ളാം. നുണ പറയാൻ അബുവിന് ഒട്ടും പരിചയമില്ല. അതുകൊണ്ട് അത് വേണ്ട. സത്യം പറയും. ശിവശങ്കരൻ എവിടെയാണെന്ന് അബുവിനറിയില്ലേ? ഇല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാനും അന്വേഷിച്ചോണ്ടിരിക്കുക. നിന്നെ കൊണ്ട് സത്യം പറയാൻ എനിക്കറിയാം. നിനക്ക് ചാൻസ് തരാം. നമ്മൾ അബുവിനോട് മാന്യമായി പെരുമാറുമ്പോൾ അങ്ങനെ പെരുമാറാൻ അബുവിന് ഒരു അവസരം കൊടുക്കണ്ടേ? ഇല്ലേ? റെയിൽവേ റിസർവേഷൻ ചാർട്ടിൽ ബോംബെ ജയന്തി ജനതയ്ക്ക് എസ് ശങ്കറിന്റെ പേരിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് നമ്മുടെ ശിവശങ്കരനാണ്. എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അബു ആണെന്നറിയും. 300 രൂപ കൈക്കൂലിയും കൊടുത്തു. ഇല്ലേ? എസ് ശങ്കർ, ബോംബെ. ഇനിയെങ്കിലും ദയവ് സത്യം പറയും. നമ്മുടെ ശിവശങ്കരൻ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? എന്റെ നാവിൽ നിന്ന് നിങ്ങളെ അറിയില്ല. ശരി, ഞാൻ തോറ്റിരിക്കും. ഫ്രാൻസി, ഇനി നിന്റെ ചാൻസ്. നീ സത്യം പറയില്ലടാ. നിർത്തി. അബു, 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 അബു.